കുറച്ച് നനയറ്റടി, നിനക്ക് വളർച്ച പോരാത്തോണ്ടല്ലേ. അയ്യോ വണ്ടി വണ്ടി വരുതപ്പ, വണ്ടി വരുതപ്പ, വണ്ടി. നമസ്കാരം, ജയപ്രകാശ് സാറല്ലേ? ഞാനിവിടുത്തെ വാച്ചറാ ഗോവിന്ദൻ. ഫോൺ ചെയ്തതനുസരിച്ച് മുറിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെട്ടികളെല്ലാം അവിടെ തകർത്ത് വെക്കൂ. കാവേരി, കണ്ണമ്മ, എങ്ക വാടി കണ്ണ, എങ്ക വാ വാ. നമ്മുടെ സാറിന്റെ പെട്ടിയെല്ലാം എടുത്തിട്ട് അകത്തോട്ട് പോയി. കാവേരി കഴിഞ്ഞാൽ ഗോദാവരിയാണല്ലോ. അയ്യോ, ഇത് നദിയല്ല സാറേ, എന്റെ അസിസ്റ്റൻസാ. കാട്ടുവാസികളാ. കാട്ടുവാസികളെക്കാൾ കൊള്ളാം. അവസാനം ഇങ്ങെത്തി. താൻ കൂടുതൽ സംസാരിച്ച ബുദ്ധിമുട്ടണ്ട. ബ്രിട്ടോ ബ്രിട്ടോ ഷോക്കിനകത്ത് ഉണ്ടയെല്ലാം ഉണ്ടല്ലോ. കാണേ ഉണ്ടാ കാണും. തന്നോട് ചോദിച്ചില്ല, വണ്ടി എടുക്കൂ. ഈ സാധനം പൊട്ടും. സാറിന് ഉണ്ടയാണോ കാപ്പിയാണോ? അല്ല, ചായയാണോ കാപ്പിയാണോ? രണ്ടു ഭാഗം. അയ്യോ, നമസ്കാരം. മുറിക്കാണെങ്കിൽ ഒന്നുമില്ല, എല്ലാം ഈ ജയപ്രകാശ് സാർ ബുക്ക് ചെയ്തിരിക്കുക. ഇദ്ദേഹം ക്ഷമിക്കണം, അത് ഞാനൊരു നേരം പോക്ക് പറഞ്ഞതാ. റിട്ടയർ ആകാൻ ഇനി 1 വർഷമേ ഉള്ളൂ. സാറ് വിചാരിച്ചാൽ ഒരു PhD എനിക്കും കിട്ടും. അല്ല സാറേ, അയ്യോ സ്വാമി ക്ഷമിക്കൂ, അത് പറഞ്ഞോണ്ട് ഞാനും അത് വിശ്വസിച്ചു പോയി. അല്ല, എന്നോട് ക്ഷമിക്കണം. ബ്യൂട്ടിഫുൾ പ്ലേസ്. ശരിയാണ്. കാടും കടലും ഇത്ര അടുത്ത് കിടക്കുന്ന മറ്റൊരു പ്രദേശം വേറെയില്ല. ഹിയർ വി കൻ ഫൈൻഡ് വെരി റെയർ മെഡിസിനൽ പ്ലാന്റ്സ്. യെസ്, കം ഇൻ. ഒരു ലേശം വെള്ളം കൊണ്ട് വെച്ചോട്ടെ കേട്ടോ സാറേ. ഇവിടത്തെ ഏറ്റവും നല്ല മുറിയാ സാറേ ഇത്. ഈ മുറിയിലിരുന്ന പത്മഭൂഷൺ RK സാറ് അദ്ദേഹത്തിന്റെ അവാർഡ് നോവലുകളൊക്കെ എഴുതിയിട്ടുള്ളത്. ഓഹോ, മാലതിയുടെ ഇഷ്ട നോവലിസ്റ്റ് ആണല്ലോ RK. ഇപ്പൊ ഡൽഹിക്ക് പോയിരിക്കുക. 15 ദിവസം കഴിഞ്ഞെത്തും. 5 ദിവസം കൂടെ എന്നാ RK പരിചയപ്പെടായിരുന്നു. അതിന് നമുക്ക് 10 ദിവസമല്ലേ ഉള്ളൂ. നല്ല മനുഷ്യനാ കേട്ടോ, ആരെന്ത് ചോദിച്ചാലും കൊടുക്കും. ഇപ്പൊ കൊടുത്തു എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. വാരി കയറ്റിയല്ലേ അവാർഡുകളും പേവാർഡുകളും ഒക്കെ. അപ്പൊ കഴിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പറഞ്ഞാ, അല്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഗോവിന്ദ ഗോവിന്ദ എന്നൊന്ന് വിളിച്ചാൽ മതി, അപ്പൊ ഇവിടെ എത്തും. അപ്പൊ വരട്ടെ. ഞാനല്ലെങ്കിൽ എന്തിനാ ഇവിടെ. എന്തായാലും കഴുത്തു കിട്ടിയില്ല. വാനിൽ വരുണയികേ, വാനിൽ വരുണയികേ, വാനിൽ എന്താ ജോൺസാ? ഒന്നുമില്ലെങ്കിലും സാറൊരു പ്രൊഫസറല്ലേ, അതിനിപ്പോ എന്ത് പറ്റി? മിനിമം സാറിനൊരു അണ്ടർവെയറെങ്കിലും ധരിച്ചുകൂടാ? ജോൺസാ, ഇതിന്റെ ഗുണം നിനക്ക് മനസ്സിലാവുകയില്ല. നമ്മുടെ പൂർവികന്മാരുണ്ടല്ലോ, അവരും സന്യാസിമാരും എല്ലാം ഇവനെയാ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സായിപ്പന്മാർ ഇവനെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി അവരാ ഇതിനെ ലോങ് ജെറ്റി ആക്കിയത്, അതായത് ലങ്കോട്ടി. നല്ല പ്രകൃതി ഭംഗി. ഒന്ന് പോടാ. കിട്ടുന്നതിന് മുമ്പ് വല്ല കടുവയ്ക്കോ മൃഗത്തിനോ പുലിക്കോ ആഹാരമാകുമോ എന്നാണ് ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, ഇവിടെ തന്നെ കിട്ടി. അപൂർവങ്ങളിൽ അപൂർവം. നോക്ക്, തൊട്ടാവാടി.
മാലതി, ആ? നമുക്ക് ഇന്നത്തെ പണി നിർത്താം. എല്ലാം പാക്ക് ചെയ്തോളൂ. എന്ത് പറ്റി ചേട്ടാ? ഓ ഒന്നുമില്ല. ഐ ഫീൽ സോ ടയർഡ്. കിട്ടിയോ? ഞൊട്ടി. കഷ്ടമായി പോയി. ഏ അതോടാ കഥകടച്ചു. ആ പട്ടയാണോ? അല്ല, മൊട്ടയാ. കറുപ്പയ്യനെ നിലനിർത്തിയാ. ആദ്യമൊക്കെ ഇത് ഞാൻ അടിക്കുമ്പോഴേ പുള്ളി എനിക്കൊരു വടി തരുമായിരുന്നു. എന്ത് വടി? കൊട്ടുവടിയല്ല, ഊന്നുവടി. കുത്തി നടക്കാൻ. അവസാനം വടിയാകുമോ ഗോവിന്ദ? ഇല്ല, ചിലപ്പോ വെടിയാകും. ഗോവിന്ദ, വരുന്നേ. കുറച്ച് വെള്ളം കൊണ്ടുപോയി അകത്ത് വെക്കൂ. അയ്യോ ഗോവിന്ദ ഗോവിന്ദ ഗോയിന ഹോയിന്ന. ഏ ഞാൻ പോട്ടെ. മഹാഭാവി വെള്ളം പോലും ചേർക്കാതെ കഴിച്ചിരിക്കുന്നുണ്ടോ? ഒഴിക്കേ. Good morning, auntie. Good morning. Morning, uncle. I am Diana Benjamin. This Vishnu. Your good name, please? Malati. ആന്റി ഒക്കെ സൈറ്റ് സീയിങ്ങിന് വന്നതായിരിക്കും. അല്ല, ഞങ്ങൾ റിസർച്ചിന് വന്നതാ. ആ കേറി മുട്ടിയാ. എന്റെ പൊന്നു സാറേ, പരിചയപ്പെട്ടാ പിന്നെ ഒരു സ്വയം തരില്ല. മിനിഞ്ഞാന്ന് പാതിരാത്രിക്ക് രണ്ടും കൂടി കേറി വന്നതാ. ആർക്കെ സാറിന്റെ പേരും പറഞ്ഞു വന്നാ ഇറക്കി വിടാൻ നോക്കുവോ? ദേ, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പുതിയ സാറ് മറ്റേ വന്ന് താമസിക്കുന്ന അടങ്ങി ഒതുങ്ങി വേണം നടക്കാൻ. നല്ല സ്മാർട്ട് കുട്ടികളല്ലേ ചേട്ടാ? ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ എനിക്ക് അവരുടെ പെരുമാറ്റം പിടിച്ചില്ല. അല്ലെങ്കിൽ ഓവർ സ്മാർട്ട് ആയവരെ പണ്ടേ ചേട്ടന് ഇഷ്ടമല്ലല്ലോ. നമ്മളിവിടെ വന്നത് ബൊട്ടാണിക്കൽ റിസർച്ചിനാണ്, അല്ലാതെ അവരുടെ ലവ് ഡെവലപ്മെന്റ് റിസർച്ച് ചെയ്യാനല്ല. ലവ് റിസർച്ചിലും ചേട്ടൻ മോശക്കാരൊന്നും ആയിരുന്നില്ലല്ലോ. അതിന് കിട്ടിയ ഡോക്ടറേറ്റ് അല്ലേ ഞാൻ. നിനക്കെപ്പോഴും തമാശയാണ്. മുഖം മുറിപ്പിച്ചിരിക്കാൻ എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. എന്തൊരു തണുപ്പ്. ഗോവിന്ദനോട് സപ്പറിന് വല്ലതും പറഞ്ഞോ? എനിക്ക് വല്ലാതെ വിശക്കുന്നു. സാമേ, 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 സാറേ സാറേ ജയപ്രകാശ് സാറ്. സ്വാമി, എനിക്കിവിടെ ഒരു പെക്ക് മദ്യം വേണം. ഗുരുവായൂരപ്പനാണ്, ഞാൻ മദ്യപിക്കാറില്ല സാർ. ജോൺ സാർ, കുപ്പിയെടുക്ക്. അത് വേണോ സാർ? സാറ് മദ്യപിക്കാറില്ലല്ലോ. വേണം. ഓ,
ഏയ് ഛി. Please, വിഷ്ണു. എനിക്ക് ഉറക്കം വരുന്നു. നോനോ, ഞാൻ ഉറങ്ങുമ്പോ ഡയനെ ഉറങ്ങണം, ഞാൻ ഉണർന്നിരിക്കുമ്പോ ഡയനെ ഉണർന്നിരിക്കണം. വീണ്ടും കുടിച്ചിട്ടുണ്ടല്ലേ? ഐ എം സോറി മാലതി, നിന്നെ വേദനിപ്പിക്കാനല്ല. എനിക്കെല്ലാം മറക്കണം, എല്ലാം. അതിനിങ്ങനെ കുടിക്കാൻ ഇവിടെ എന്തുണ്ടായി? 4 വർഷങ്ങൾക്ക് മുമ്പ് മടക്കി വെച്ചതാണ് നമ്മൾ ആ അധ്യായം. അത് വീണ്ടും എടുത്ത് വായിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് ഞാനാണ്. ലീവ് ഇറ്റ് ചേട്ടാ, ഞാനത് മറന്നു കഴിഞ്ഞു. നോ, നെവർ. നിനക്കത് മറക്കാനാവില്ല. നീ മറക്കാൻ ശ്രമിച്ചാലും നിന്നിലെ സ്ത്രീക്കതാവില്ല മാലതി. ഐ നോ ദാറ്റ്. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് 4 വർഷങ്ങളെ ആയുള്ളൂവെങ്കിലും അതിനെത്രയോ മുമ്പ് മനസ്സ് പങ്കുവച്ചവരാണെന്ന് ഒരു ദിവസമെങ്കിലും ഞാൻ അകന്നു നിന്നിട്ടുണ്ടോ? മുഖം കറുത്തൊരു വാക്കെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടും ജയേട്ടൻ. നിന്നെ ഞാൻ വഞ്ചിക്കുകയായിരുന്നു. എന്റെ വീക്ക് പോയിന്റ് മനസ്സിലായപ്പോൾ നിന്റെ വികാരങ്ങളെ മാനിക്കാൻ ഞാൻ തയ്യാറായില്ല. പകരം നീ എനിക്ക് നഷ്ടമായാലോ എന്ന ഭയത്താൽ നിന്നെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയായിരുന്നു. ദാറ്റ്സ് മൈ സെൽഫിഷ്നെസ്. പക്ഷെ നീ എനിക്ക് നഷ്ടമായാൽ നോ, നെവർ. എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. എന്തിനിങ്ങനെ വരീടാവുന്നു? വിവാഹ ദിവസം തന്നെ ഒരു ആക്സിഡന്റിൽ എന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു വൈകല്യം സംഭവിച്ചാൽ ഭാര്യയായ ഞാനിത് സഹിക്കണ്ടേ, ക്ഷമിക്കണ്ടേ? മാലതി, ബോട്ടണിയുടെ തടിച്ച പുസ്തകങ്ങളുടെ താളുകളിലൂടെ എന്റെ ദുഃഖങ്ങൾ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ചേട്ടാ, ചേട്ടൻ എന്നെ വെറുത്താലും എനിക്ക് ചേട്ടനെ വെറുക്കാനാവില്ല. ഐ വാണ്ട് യു ആൻഡ് യുവർ ലവ്. ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്. മാലതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, ഇപ്പൊ പറ്റിയേനെ. അല്ല വിഷ്ണുമോനെ, എന്തൊരു ഉറക്കമായത്? ഇവങ്ക ഇരവിലെ തൂങ്ങിനാത്താനേ കാലയിൽ എഴുந்திருக்க முடியும். കാവേരി ഇത്ര വെളുപ്പിന് വന്നോ? അയ്യോ, അണ്ണ എന്നെ കാലയിലെ കൂപ്പിനാച്ച്. ഇവളുടെ അണ്ണൻ ചാരായം മാറ്റാൻ വേണ്ടിട്ട് കാലത്ത് എഴുന്നേക്കും. നീ ചാരായ അടിക്കോടി, നീ കുടിക്കുമെന്ന്. പോകണ്ട. ഞാൻ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ടാ നിന്റെ ശരീരം ഇങ്ങനെയെങ്കിലൊക്കെ ഇരിക്കുന്നേ. അപ്പോഴേ ഒരു കാര്യം പറയട്ടെ, ഒരു 10 രൂപ തന്നാൽ ഞാനൊരു കാര്യം പറയാം. എന്ത് കാര്യം? അല്ല, കാര്യമൊക്കെ പിന്നെ പറയാം. ഒരു 10 രൂപ കഴിഞ്ഞതാ, ഒരു 10 രൂപ താന്നേ. ഇതിലോട്ട് വെച്ചിട്ട് ഇതിലോട്ട് വെച്ചേ. ചായ പിടി, എന്നൊരു കാര്യം പറയാം. ആർക്കെ സാറ് വരാൻ ഇനി ഒരു 4 ദിവസം കൂടി പിടിക്കും. ഇതാണോ നല്ല കാര്യം? ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. എല്ലാം ഞാനേ മാനേജ് ചെയ്തോളാമെന്ന്. ഓക്കേ.
ഗുഡ് മോർണിംഗ് ആന്റി. വെരി ഗുഡ് മോർണിംഗ്. ആന്റി ഇന്നലെ ഉറങ്ങിയില്ലാന്ന് തോന്നുന്നു. എന്നെയും വിഷ്ണു ഇന്നലെ ഉറക്കിയില്ല. ഇങ്ങനെ ഒച്ച വെച്ച ഉറങ്ങാൻ നോക്കൂ ആന്റി. ഞങ്ങള് കുളിക്കാൻ പോവാ. ആന്റി വരുന്നോ? ഞാൻ കുളി കഴിഞ്ഞല്ലോ മോളെ. ഈ ഡയാനയ്ക്ക് ഒരു നാണമില്ല. ആന്റി എന്ത് വിചാരിച്ചാണ്? ഇന്നലെ രാത്രി ആന്റി ഇങ്ങനെ തന്നെ ആയിരിക്കും. മുഖം കണ്ടില്ലേ? എടോ ആ കല്ലങ്ങോട്ട് എടുത്തേ. എന്റെ കാലിലോട്ടല്ല, എടോ ആ കുഴിയിലോട്ട് എടുത്തേ. അയ്യോ നമസ്കാരം. ജോലിയെല്ലാം കഴിഞ്ഞോ ഗോവിന്ദ? ഗോവിന്ദൻ ജോലി ചെയ്യാറില്ല, ചെയ്യിപ്പിക്കാനേ ഉള്ളൂ. അതെനിക്കറിയാം. അല്ലാതറിഞ്ഞാ മതി. ഗോവിന്ദ, എന്തോ ഗോവിന്ദ, ഈ അസുലഭമായി ചെറിയ നിൽക്കുന്ന സ്ഥലങ്ങൾ അറിയാമോ നിനക്ക്? ഈ റയർ പ്ലാന്റ്സ്. ഒന്നും മനസ്സിലായില്ലല്ലോ. അതായത് ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചെടികൾ. അങ്ങനെ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ ഗോവിന്ദ, എന്തോ നിന്നെയല്ല ഭഗവാനെ, എനിക്ക് PhD കിട്ടും. ഗോവിന്ദ, എനിക്ക് PhD കിട്ടിയാൽ നേര് പകുതി ഞാൻ നിനക്ക് തരും. അല്ല സ്വാമി, എങ്ങനെ കൊണ്ടുപോകും PhD? PhD അല്ല, PhD. അത് തന്നെ, ആ ചെടി തന്നെ. അതെങ്ങനെ കൊണ്ടുപോകും? ലോറിയിൽ കൊണ്ടുപോകാമല്ലോ. ലോറിയിൽ. എന്നാ ശരി, വാ കാണിച്ചു തരാം. ഒരുമാതിരി ചെടികളൊക്കെ ഞാനൊക്കെ അറിയും. അതൊക്കെ വേറെ കാര്യം. കാണിച്ചു തന്നാ മതി. നോക്കട്ടെ നോക്കട്ടെ. അയ്യോ എന്റെ അമ്മ, ഇതെന്താണ്? ആരാത്? എന്താണ്? പാമ്പ്. എവിടെ? ശരിക്കുന്നു പാമ്പ്. പാമ്പല്ലടാ, അതെ വേറാണ്. അല്ല ഈ പാമ്പ് തന്നെ വേറായിട്ട് വരുന്നത്. കേട്ടോ സാറേ, സാർ ഇവിടുന്ന് ഒരു ചെറിയ ചെടി പറിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ട് ചെന്നാൽ സാറിനൊരു വലിയ PhD കിട്ടും. കേട്ടോ സാറേ, നോക്ക് സാറതെ, ഈ പൂവിനെ സാറിന്റെ അട്ടാണിക്കൽ നെയിമിൽ എന്താണ് പറയുക? അട്ടാണിക്കൽ അല്ലടാ പൊട്ട, ബോട്ടോണിക്കൽ. എന്ത് ആണിക്കലും ആവട്ടെ, ഇതെന്ത് പറയും? ഇത് തുമ്പ. തുമ്പ എന്ന് പറഞ്ഞാൽ എന്താണ് ജോൺസാ? എന്തിനാ അയാളെ കൊണ്ട് കഷ്ടപ്പെടുന്നത്? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. അതായത് റോക്കറ്റ് ഫ്ലോർ. നോക്കട്ടെ നോക്കട്ടെ. എന്റെ അമ്മോ, ഞാൻ സാറിന് വേറൊരു കൂട്ടം കാണിച്ചു തരാം. ഈ പൂവിന് ഇതിനെന്ത് പറയും? പൂവാ? കോളാമ്പി പൂ, ബേസൻ ഫ്ലവർ. എന്താ ചിരിച്ചത്? നിന്റെ ജോലി എന്താ? പോരട്ടെ. വണ്ടി ഓടിക്കൽ. വണ്ടി ഓടിക്കൽ. എന്നാ അത് ഓടിച്ചാ മതി. ഇടാ, ഞാൻ ഡെറാഡൂണിൽ പറഞ്ഞപ്പോ. അല്ല സാറ്, അത് ഞങ്ങളുടെ നാട്ടില് ഭയങ്കര തെറിയാ. ആണോ? ഡെറാഡൂണോ? ഞാൻ അവിടെ BSc പഠിക്കുമ്പോ. അപ്പൊ സാർ ഇവിടെ കേരളത്തിലല്ലേ പഠിച്ചത്? അല്ല. അതാ ഇത്ര വിവരം കുറഞ്ഞു പോയത്. അല്ല പാറയാണല്ലോടാ. അല്ല സാറേ, ഞാൻ പാരയാണെങ്കിൽ ഒരു പാരോപകാരിയാണല്ലോ അല്ലേ? സാറ് വാ കാണിച്ചു തരാം. ഇതിന്റെ അപ്പുറത്ത് ഇതാണ് സൂയിസൈഡിംഗ് പോയിന്റ്. വേണ്ട, ആരും എന്നെ തൊടണ്ട. അനാഥശാലയിൽ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഈ കുക്കെ തള്ളിട്ട് കൊല്ലാനായിരിക്കും. ഞാൻ മരിച്ച ആർക്കും ഒന്നുമില്ലല്ലോ. ഞാൻ അനാഥനല്ലേ. എന്താ വിഷ്ണു ഇങ്ങനെ? കേട്ടോ ആന്റി വിഷ്ണു പറഞ്ഞത്? എനിക്കെന്നെ വിഷ്ണു മാത്രമേ ഉള്ളൂ. വിഷ്ണു ഒരു തമാശ പറഞ്ഞതല്ലേ. ആരെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ വിഷ്ണു ആ അപകടത്തിൽ അങ്ങനെ ഡാഡിയും മരിച്ചു. പിന്നെ ഞാൻ രണ്ടാനമ്മയുടെ തടവിലായി. ആകെ ഒരു ആശ്വാസം പള്ളിയിൽ വെച്ച് കാണാറുള്ള എന്റെ വിഷ്ണു ആയിരുന്നു. വിഷ്ണു പള്ളിയിൽ വരുമായിരുന്നു. ഫാദർ പയസിന്റെ അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്നു.
ജോസഫ് എന്ന് ഫാദർ വിളിച്ചിരുന്ന എന്റെ വിഷ്ണു. ഡയാനെ പോലെ ഇത്ര പണക്കാരിയായ ഒരു പെണ്ണിന് എങ്ങനെ അനാഥനായ എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോ അല്പം തോന്നുന്നു. അതാണ് പ്രേമത്തിന് കണ്ണില്ല എന്ന് പറയുന്നത്. ഒരു കണക്കിന് നമ്മൾ രണ്ടും ഒരുപോലെ. ആരുമില്ലാതെ അനാഥനായവൻ ഞാൻ. എല്ലാരും ഉണ്ടായിട്ടും അനാഥയാളാണല്ലോ ഡയന. ജോസഫ്, ഡയന, ഫാദർ എന്നെ ജോസഫിനെ വിളിച്ചോട്ടെ, പക്ഷേ ഡയന എന്നെ വിഷ്ണുവിനെ വിളിക്കാവൂ. ഓക്കെ? സോറി വിഷ്ണു.